ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിന്റെ SCERT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേരള ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്, സുരക്ഷിതമായ നാളേക്കായി. അപ്പോൾ ഇവിടെ ഒരു കാലാവസ്ഥയുടെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പഠിക്കുന്നത്, മറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ദുരന്ത നിവാരണം, കാലാവസ്ഥാ വ്യതിയാനവും മറ്റും ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴി ഒരുക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം അത് കാരണമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളെ എങ്ങനെ നമുക്ക് മറികടക്കാം, അതിനുവേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാഠഭാഗമാണ്. അപ്പോൾ കേരള ഗവർണൻസ് എന്നതുമായിട്ട് ബന്ധപ്പെട്ട വേണമെങ്കിൽ സുപ്രധാന നിയമങ്ങൾ, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പി വത്സലയുടെ നെല്ല് എന്ന കൃതി കേട്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. PSC വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. നെല്ല് പി വത്സലയുടെ കൃതിയാണ്. അതിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊരു മഴ, സന്ധ്യയ്ക്ക് തുടങ്ങി പുലരും വരെ തുടർന്നു. കാർമേഘങ്ങൾ കൂട്ടത്തോടെ ആകാശത്ത് മതിച്ചു നടന്നു. കുന്നുകളുടെയും വനനിരകളുടെയും മുഖങ്ങൾ കറുത്തു. ബ്രഹ്മഗിരിയുടെ ഉച്ചിയിൽ കാവൽ നിന്നിരുന്ന ഒറ്റപ്പെട്ട വൃക്ഷങ്ങൾ രാക്ഷസാകാരം പൂണ്ടു. കാറ്റിൻ്റെ ബന്ധനങ്ങൾ പൊട്ടിത്തെറിച്ചു. അവ കാർമേഘങ്ങൾ അടിച്ചുടച്ചു തരിപ്പണമാക്കി. വാരിയെറിയപ്പെട്ട ചരൽക്കല്ലുകൾ പോലെ മഞ്ഞുകട്ടകൾ ചിതറിത്തെറിച്ചു. പൂവിട്ട് തുടങ്ങിയിരുന്ന വെള്ളരിയും മത്തനും കുമ്പള വള്ളികളുമെല്ലാം അമ്പേ തകർന്നു. ഇതാണ് വയനാടിൻ്റെ ഗതി. കായ്ക്കറികളുടെ കഴുത്ത് ഒന്ന് നീളുമ്പോഴേക്കും വരും ഒരു മഴ. ആലിപ്പഴം വീണ് സർവ്വതും മണ്ണടിയും. അല്ലെങ്കിൽ നശിച്ച കാറ്റ്, ഒറ്റ വാഴത്തൈ ശേഷിക്കില്ല. വനഹൃദയങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വളക്കൂറുള്ള കറുത്ത പുതുവെള്ളം വളപ്പുകളിലൂടെ വയലുകളിലൂടെ കുത്തി ഒഴുകി താഴെ ബാവലിയിലൂടെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്നു. അപ്പോൾ വയനാടിലെ കെടുതികളൊക്കെ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മുന്നേ തന്നെ പി വത്സല എഴുതിയ. അപ്പോൾ വയനാടിന് ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല, അത്രയും ഭീകരമായ രീതിയിൽ സംഭവിക്കുന്നത് ഈ അടുത്തൊക്കെയാണ്. അതിനു മുന്നേ അവർ സമാനമായിട്ടുള്ള ദുരന്തങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. സോ വയനാടിന്റെ പരിസ്ഥിതിയെക്കുറിച്ച് പി വത്സല എഴുതിയതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പുതുമണ്ണ് തേടിപ്പോയ മുൻ തലമുറയുടെ അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകൾ പറയുന്ന കാസർഗോഡിന്റെ കിഴക്കൻ പ്രദേശങ്ങളായ എല്ലുകോച്ചി, രാജപുരം, റാണിപുരം, കണ്ണൂരിന്റെ മലപ്രദേശങ്ങളായ ഇരിട്ടി, പേരാവൂർ, ആറളം, ഇടുക്കിയിലെ കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിലൊക്കെ ഏതാണ്ട് ഇതുപോലെ തണുപ്പും കോടമഞ്ഞും പൊതിഞ്ഞ് നിൽക്കുന്ന പരിസ്ഥിതിയാണുള്ളത്. തേയില, സുഗന്ധവിളകൾ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുന്ന മേഖലയാണ് ഇവിടെ. കാലാവസ്ഥ, ഭൂപ്രകൃതി, മണ്ണ്, കൃഷി, സസ്യജന്തുജാലങ്ങൾ എന്നിവ മാത്രമല്ല, മനുഷ്യനും പരിസ്ഥിതിയുടെ ഭാഗമാണ്. പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. നമ്മൾ പഠിച്ചു, ജോഗ്രഫിയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. അപ്പോൾ പരിസ്ഥിതിയിൽ മനുഷ്യനും ഉൾപ്പെടുന്നുണ്ട്. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രദേശങ്ങളിലെ ജനജീവിതത്തിൽ പരിസ്ഥിതി എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്? പരിസ്ഥിതി എന്ത് ചെയ്യുന്നു? തണുപ്പുള്ള കാലാവസ്ഥ അല്ലെ, ശക്തമായിട്ടുള്ള മഞ്ഞ്, ആലിപ്പഴ വീഴ്ച. ആലിപ്പഴം എന്താണ്, മഴ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. വർഷം എന്നത് പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ്. കാണാത്തവർ അതുകൂടി കാണുക കേട്ടോ, ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥ, കൃഷി ചെയ്യാൻ കഴിയുന്ന വിളകൾ ഏതൊക്കെയെന്ന് നിശ്ചയിക്കുന്നു. ഇതെല്ലാം കാലാവസ്ഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രയോജനമാണ്. കാടും മേടും തെളിച്ച് വന്യജീവികളുടെ ആക്രമണത്തെയും മലമ്പനി തുടങ്ങിയ രോഗങ്ങളെയും നേരിട്ട് മണ്ണിൽ പൊന്നു വിളയിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ കഥ ആവേശം ജനിപ്പിക്കുന്നതാണ്. മനുഷ്യൻ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ ഭാഗമായി ചുറ്റുപാടുകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്? അപ്പോൾ മനുഷ്യൻ ആദ്യം വനാന്തരങ്ങളിൽ, നദീതടങ്ങളിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. പിന്നീട് അവൻ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ വ്യാപിച്ചു. അവൻ്റെ കൃഷി കുറച്ചുകൂടി വികസിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവൻ ദുർഘടമായ ഭൂപ്രകൃതിയിലൂടെ റോഡുകൾ നിർമ്മിച്ചു. കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി കൃഷി ഇറക്കി സാധ്യമായ ഇടങ്ങളിൽ വീടുകൾ നിർമ്മിച്ചു. അപ്പോൾ പ്രകൃതിയോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ചെയ്ത ചില രീതികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പരിസ്ഥിതിയിലെ വൈവിധ്യങ്ങൾ. ഭൂമിയിൽ എല്ലായിടത്തും പരിസ്ഥിതി ഒരുപോലെയാണോ? അല്ല. നമ്മൾ ജോഗ്രഫിയിൽ പലതവണ പറഞ്ഞതാണ് അല്ലേ. പൊടി പറത്തിക്കൊണ്ട് നിരന്തരം മണൽക്കാറ്റ് വീശുന്ന വരണ്ട മരുഭൂമി കണ്ടില്ലേ.
ഇവിടെ ജനജീവിതം എങ്ങനെ ഉണ്ടാവും? ജനജീവിതം പാടാണല്ലേ. അവിടെ വെള്ളം, ജലസാന്നിധ്യം, മരീചിക അല്ലെ, ജലസാന്നിധ്യം, വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ജനജീവിതം ഉണ്ടാവും. അറേബ്യൻ മരുപ്രദേശങ്ങളിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിക്ക് ആ പ്രദേശത്തെ കാലാവസ്ഥയുമായി ഏറെ ബന്ധമുണ്ട്. ജലലഭ്യത നന്നേ കുറവായത് കാരണം ഇവിടെ കൃഷി പൊതുവെ കുറവാണ്. എങ്കിലും ഇവിടെ ഇന്ന് ഏറെ ജനസാന്ദ്രമാണ്. സമ്പന്നവും പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. അപ്പൊ ഇവിടെ സമ്പന്നവും പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യവും കാരണം അറേബ്യയിലേക്ക് ജനവാസം കൂടി വരികയാണ്. ഇനി സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കുട്ടനാട് പോലെ കണ്ടില്ലേ? ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ലോകത്ത് തന്നെ അത്യപൂർവമാണ് നമ്മുടെ കുട്ടനാടിൻ്റെത് പോലുള്ള ഭൂപ്രകൃതി. കായലുകൾക്കും മറ്റു വെള്ളക്കെട്ടുകൾക്കും ഇടയിൽ ജീവിക്കുന്ന ഇവിടത്തെ ജനങ്ങൾ അത്യധ്വാനത്തിലൂടെ ചെളി കോരി ഉയർത്തിയെടുത്ത നിലങ്ങൾ, നെല്ലും തെങ്ങും താറാവ് വളർത്തലുമൊക്കെയായി ഒരു സവിശേഷ ജീവിതമാണ് ഇവിടെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടത്തെ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളോട് ഇണങ്ങി അവർ എന്ത് ചെയ്യുന്നു? ജീവിത മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിനോദസഞ്ചാരവും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇനി മഞ്ഞുറങ്ങിയ പ്രദേശം കണ്ടില്ലേ? മഞ്ഞ് നിറങ്ങിയ പ്രദേശം കണ്ടില്ലേ? മഞ്ഞു നിറങ്ങിയ പ്രദേശം. ഇവിടെ എന്താ പ്രത്യേകത? മഞ്ഞുറങ്ങിയ സൈബീരിയൻ മേഖല കണ്ടില്ലേ? പരിമിതമായ വിഭവങ്ങളും കഠിനമായ കാലാവസ്ഥ, തണുപ്പ് ഭയങ്കര ഒരവസ്ഥയാണ്. ഇവിടെ ജനജീവിതത്തിന് തടസ്സമാണ്. എന്നാൽ അവിടെയും ജനങ്ങൾ വസിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്കനുസൃതമായി മനുഷ്യർ അവരുടെ ജീവിതവും ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാകും. അപ്പോൾ ഓരോ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുസരിച്ച് അതിനോടിണങ്ങിക്കൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമിത വിഭവ ചൂഷണവും അശാസ്ത്രീയമായ ഇടപെടലുകളും പ്രകൃതിയുടെ സന്തുലനം തെറ്റാൻ ഇടയാക്കും. അപ്പോൾ നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന സമയത്ത് പ്രശ്നമില്ല. പക്ഷെ പ്രകൃതിയെ നമ്മൾ അമിതമായിട്ട് ചൂഷണം ചെയ്താലോ അവിടെ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ബോക്സിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വായിക്കാറില്ല, കാരണം അത് ഈ മേൽ പറയപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അറേബ്യയിൽ പെട്രോൾ തീർന്നു പോയാൽ എന്ത് ചെയ്യും? കുട്ടനാട് പോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അവിടെയൊക്കെ മലിനീകരണമാണ് അല്ലെ, തുടർച്ചയായിട്ടുള്ള മലിനീകരണം വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്തായിരിക്കും അനുഭവിക്കാൻ പോവുക? അതേപോലെ സൈബീരിയയിൽ ജനജീവിതത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആളുകൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയും കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. സോ പരിസ്ഥിതി സംരക്ഷണം എന്തിന്? ഭൂമിയിലെ നിരവധിയായ ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ. നിലനിൽപ്പിനായി മറ്റു ജീവജാലങ്ങളെ ഇത്രയേറെ ആശ്രയിക്കുന്ന മറ്റൊരു ജീവിയും ഭൂമുഖത്തില്ല. അപ്പം ഏറ്റവും കൂടുതൽ ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നത് മനുഷ്യനാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഔഷധം, ഇന്ധനം എന്നിവയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് പ്രകൃതിയിലെ സസ്യജന്തുജാലങ്ങളാണ്. നിലനിൽപ്പിന് വായു, വെള്ളം എന്നതുപോലെ മണ്ണും പ്രധാനമാണ്. ആവാസ വ്യവസ്ഥ, ഭക്ഷ്യ ശൃംഖല എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, സയൻസിലും ജോഗ്രഫിയിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ളവരാണ്. അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുക. ദെൻ നമ്മുടെ ഇൻസ്പയറിൻ്റെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയും, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ SCRT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് PYQ സെഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നൽകുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നില്ല. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ നമ്മുടെ ചാനൽ കുറച്ചുകൂടി ഉയർന്നു വരാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ചാനൽ എത്തിയാലേ നമുക്ക് വീണ്ടും ക്ലാസ് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഒരുപാട് അല്ലാതെ തന്നെ തിരക്കുകൾക്കിടയിലാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നത്. സോ നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവുക. ഇതിന് ബാക്കി നോക്കാം. നിരന്തരം നടക്കുന്ന പ്രകൃതിയിലെ പരിണാമ പ്രക്രിയയിലെ ഒടുവിലത്തെ കണ്ണിയാണ് മനുഷ്യൻ. തൻ്റെ നിലനിൽപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന ഇടപെടലുകൾ വിപരീത ഫലമാണ് ഉണ്ടാവുക. അപ്പോൾ തൻ്റെ നിലനിൽപ്പിന് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകും. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ ഇടപെടുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട ഒരു മാർഗം. മനുഷ്യരാശിയുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും ആരോഗ്യപൂർണമായ നിലനിൽപ്പിന് പരിസ്ഥിതിയെയും അതിൻ്റെ വൈവിധ്യത്തെയും സംരക്ഷിച്ചേ മതിയാകൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിസ്ഥിതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ദെൻ തലോടലുമേറ്റ്. വിസ്മയകരമാണ് ഋതുഭേദങ്ങളുടെ ഘോഷയാത്ര. ഇടിയും മിന്നലും അകമ്പടിയായി എത്തുന്ന
മഴക്കാലം, ചിലയിടങ്ങളിലെ മഞ്ഞുവീഴ്ച, നിലയ്ക്കാത്ത കാറ്റ് വീശുന്ന ഇടങ്ങൾ, ഇളം കാറ്റ് മുതൽ സർവവും തൂത്തെറിയുന്ന ചുഴലിക്കാറ്റ് വരെ. മലമ്പ്രദേശങ്ങളിൽ മഴക്കാലത്ത് ഉരുൾപൊട്ടലുണ്ടാക്കുന്നു. താഴ്ന്നിടങ്ങളിൽ വെള്ളപ്പൊക്കവും പ്രകൃതി പ്രതിഭാസങ്ങൾ ചിലപ്പോഴൊക്കെ വിനാശകാരികളാകാറുണ്ട്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്നറിയപ്പെടുന്നു. സോ അപ്പോൾ എന്താണ് പ്രകൃതിക്ഷോഭങ്ങൾ? പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്. ചില പ്രകൃതിക്ഷോഭങ്ങളുടെ പേരുകളാണ് ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. പ്രകൃതിക്ഷോഭങ്ങളുടെ പേര്: കാറ്റ്, തിരമാല, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, സുനാമി, പേമാരി, ഉരുൾപൊട്ടൽ, ഹിമപാതം, കടലാക്രമണം, ഭൂകമ്പം, മഴ. ഇതൊക്കെ പ്രധാനപ്പെട്ട ചില പ്രകൃതിക്ഷോഭങ്ങളാണ്. ഓക്കെ അല്ലേ? പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തങ്ങളാകുമ്പോൾ, അപ്പൊ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ ചിലപ്പോൾ നമുക്ക് വലിയ പരിക്ക് ഉണ്ടാക്കാതെ കടന്നു പോകും, ചിലപ്പോൾ ഇത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ പ്രകൃതിക്ഷോഭങ്ങൾ എങ്ങനെ ദുരന്തങ്ങളാകുന്നു? ചിത്രം 7.4 നോക്കൂ. ഇവിടെ കണ്ടോ ഒരു പാറ. ആ പാറ എന്ത് ചെയ്യുന്നു? താഴേക്ക് വരാൻ വേണ്ടി പോവാണല്ലേ. കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 2 പ്രദേശങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ഇത് 2 പ്രദേശമാണ്, ഇത് എയും ഇത് ബിയും. ഇതിൽ ഏത് പ്രദേശത്താണ് ദുരന്തമായിട്ട് മാറുന്നത്? ഇവിടെ താഴെ വീടുകൾ ഉള്ളത് കൊണ്ട് ഇവിടെ പാറയും മറ്റു കാര്യങ്ങളൊക്കെ താഴെ വന്നാൽ വീടുകളെല്ലാം നശിക്കും. എന്നാൽ ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ജനവാസം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇതിൽ ഏത് പ്രദേശത്താണ് ദുരന്തമായി മാറാൻ സാധ്യതയുള്ളത്? പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യരെ ബാധിക്കാറില്ല. മനുഷ്യന് അപായകരമായി മാറുമ്പോഴാണ് അവ ദുരന്തമായി മാറുന്നത്. അന്റാർട്ടിക്കയിൽ ഒരു മഞ്ഞുമല ഇടിഞ്ഞാലോ ജനവാസമില്ലാത്ത മരുഭൂമിയിൽ ഭൂകമ്പം ഉണ്ടായാലോ അത് ദുരന്തമായി പരിഗണിക്കാറില്ല. അവ എത്ര കനത്താലും എന്ത് ചെയ്യില്ല, അത് ദുരന്തമാകില്ല. എന്നാൽ ജനനിബിഡമായ ഒരു താഴ്വരയിലാണ് ഈ ഒരു പ്രതിഭാസമെങ്കിൽ അത് ദുരന്തമായിട്ട് മാറുന്നു. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഈ ദുരന്തത്തെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇന്ത്യയിലെ പ്രകൃതി ദുരന്തങ്ങൾ അഥവാ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ എല്ലാ വർഷവും നിരവധി ആളുകൾ പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ട് മരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ചുഴലിക്കാറ്റ്, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, ആലിപ്പഴ വർഷം, വരൾച്ച, ഇടിമിന്നൽ, സുനാമി, വെള്ളപ്പൊക്കം, ഹിമപാതം, ഹിമാഘാതം, ഇതെല്ലാം പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ്. ഹിമപാതവും ഹിമാഘാതവും ഒക്കെ മഞ്ഞ് വീഴ്ച മൂലം ഉണ്ടാകുന്ന ചില ദുരന്തങ്ങളാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ജോഗ്രഫി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഭാരത സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കിൽ നിന്നാണ് ഈ ദുരന്തങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പൊ പ്രകൃതി ദുരന്ത സാധ്യതകൾ കേരളത്തിൽ എത്രമാത്രം പ്രകൃതി ദുരന്ത സാധ്യതയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ പ്രകൃതി ദുരന്ത സാധ്യതകൾ കേരളത്തിൽ പ്രകൃതിയെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ചാഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തലപ്പുകൾ, അതിരിടുന്ന കായൽ പരപ്പ്, ഇടനാട്ടിലെ സമൃദ്ധമായ പച്ചപ്പ്, അല്പം കിഴക്ക് മാറി സുഖശീതളമായ കാലാവസ്ഥയുമായി മലമടക്കുകൾ. ലോക പ്രശസ്തമാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി. എന്നാൽ പ്രകൃതിയുടെ ഈ സുന്ദരമായ മുഖം ഇടയ്ക്കൊക്കെ രൗദ്രമാകാറുണ്ട്. അപ്പോഴാണ് നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നത്. കേരളവും ചില പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ പറയും കേരളത്തിലെ സാധ്യതാ പട്ടികയിൽ എത്രാമതാണ് കേരളം, കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതൊക്കെ പറയാം. ഓക്കെ അല്ലേ? ഉരുൾപൊട്ടി ഒഴുകുന്ന ദുരന്തം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തമാണ് ഉരുൾപൊട്ടൽ. കാലാവർഷ മേഖലകൾ കേരളത്തിന് മുകളിൽ ഉരുണ്ടുകൂടുന്നതോടെ കാലാവർഷ മേഘങ്ങൾ അല്ലെ
കേരളത്തിന് മുകളിൽ ഉരുണ്ടുകൂടുന്നതോടെ കിഴക്കൻ മലയോരത്തിലെ ചില പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടാകുന്നു. ഇക്കാലത്ത് ഇടനാട്ടിലും അങ്ങിങ്ങ് മലയിടിച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചിത്രം കണ്ടില്ലേ, ഇത് അടുത്തിടെ കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാം പാറയിലുണ്ടായ ഉരുൾപൊട്ടലാണ്. നമുക്കിപ്പോൾ വയനാട്ടിലാണ് സമീപകാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? അവിടെ പാറകൾ ഒലിച്ചു വന്നതും പുഴയിലെ വെള്ളം ഒക്കെ വഴിതെറ്റി വന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇനി തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടലിനേക്കാൾ വിസ്തൃതമായിരുന്നു കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാം പാറയിൽ ഉരുൾപൊട്ടലുണ്ടായത്. 7 പേരാണ് അവിടെ മരണപ്പെട്ടത്. അമ്പൂരിയിൽ 39 പേരും. മലമ്പ്രദേശങ്ങളിലെ ജനസാന്ദ്രത അപകട തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ വയനാട്ടിൽ അതിനേക്കാൾ കൂടിയിട്ടുണ്ടല്ലേ. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എണ്ണം ഒന്നും പറയാൻ പറ്റാത്തത്ര അതിൻ്റെ ഇമ്പാക്റ്റ് കൂടിയിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു, വലിയൊരു ശബ്ദം കേട്ടു, വീടും എല്ലാം ഒലിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. എന്താണ് ഉരുൾപൊട്ടൽ? ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. ഇത് മണ്ണിലെ സുഷിരങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തും. ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാൻ ഇടയാകും. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നതിന് ഇത് കാരണമാകുന്നു. ഈ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉരുൾപൊട്ടൽ എന്ന് മനസ്സിലായോ? ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ചരിവ് പ്രദേശത്തിൽ മഴ കൂടുതലായിട്ട് പെയ്യുന്നു. മഴ കൂടുതലായിട്ട് പെയ്യുമ്പോൾ എന്ത് ചെയ്യും? ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. ഇത് മണ്ണിലെ സുഷിരങ്ങളിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കും അല്ലെ. അപ്പം ഒരുപാട് വെള്ളം അത് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മണ്ണിൽ സമ്മർദ്ദം കൂടും. അങ്ങനെ ഇളകിയ പാറകളിലൂടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാൻ ഇടയാകുന്നു. അങ്ങനെ ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നതിന് ഇത് കാരണമാകുന്നു. അപ്പോൾ വെള്ളം വന്ന് മണ്ണിൽ സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് അത് താഴേക്ക് ഇടിഞ്ഞു വീഴുന്നു. ഇടിഞ്ഞു വീഴുന്നത് കാരണമായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. മണ്ണിൽ സംഭരിക്കപ്പെട്ട ജലം ഇതേ തുടർന്ന് വൻ ചാലുകളായിട്ട് ഒഴുകാൻ തുടങ്ങുന്നു. ഈ നീരൊഴുക്ക് മിക്കപ്പോഴും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവസാനിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ ഇത് സ്ഥിരം നീർച്ചാലായി മാറാറുമുണ്ട്. മലപ്രദേശങ്ങളിലെ നീർച്ചാലുകളിൽ പലതും ഇങ്ങനെ രൂപം കൊള്ളുന്നവയാണ്. അപ്പോൾ ഈ ഒരു വെള്ളം മിക്കവാറും 1-2 ദിവസങ്ങൾ കൊണ്ട് അത് നിൽക്കും. ചിലപ്പോൾ അത് എന്നേക്കുമുള്ള ഒരു നീർച്ചാലായിട്ട് മാറാറുണ്ട്. സോ നീർച്ചാലുകളുടെ നിരന്തര അപരധനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന താഴ്വരകൾ കാലാന്തരത്തിൽ വലുതാകും. അപ്പോൾ ഈ നീർച്ചാലുകൾ നിരന്തരം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിക്ഷേപിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് സാവധാനത്തിൽ താഴ്വരകളെ സൃഷ്ടിക്കും. ഇത്തരത്തിൽ ഭൂപ്രദേശങ്ങളുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമാണ് നീർച്ചാലുകളുടെ രൂപം കൊള്ളൽ എന്ന് ശാസ്ത്രലോകം കരുതുന്നു. അപ്പോൾ എങ്ങനെയാണ് നീർച്ചാലുകൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 50 വർഷം മുമ്പ് ഈ പ്രദേശം ഇങ്ങനെയായിരുന്നു. ഇവിടെ കുറേ മലയും ഇവിടെ മലയുടെ പുറത്ത് കുറേ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നദി ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ കുറച്ച് വീടുകളുണ്ട് അല്ലേ. ദെൻ 50 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടെ മാറ്റം വന്നത്? വൃക്ഷങ്ങളും മറ്റുമൊക്കെ കുറഞ്ഞു. പിന്നെ ജലത്തിൻ്റെ അളവ് വീതി കുറഞ്ഞു അല്ലേ. വീതി കുറഞ്ഞു. പിന്നെ ജനസാന്ദ്രത കൂടി. സോ ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ ഇവിടെ സാധ്യത കൂടുതലാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടവും കൂടുതലാണ് അല്ലേ. അപ്പോൾ മനുഷ്യന്റെ ജനസംഖ്യ വർദ്ധിക്കുന്നു. അശാസ്ത്രീയമായ രീതിയിലുള്ള മനുഷ്യന്റെ പ്രകൃതിയുമായിട്ടുള്ള ഇടപെടൽ, ഇതെല്ലാം പ്രകൃതി ദുരന്തത്തിന് കാരണമാണ്. വനനശീകരണം, കുന്നിൻ ചരിവുകളിൽ നാം നടത്തുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ എന്നിവ ചരിവുകളെ ദുർബലമാക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ? കുന്നിന്റെ വശങ്ങൾ ഇടിച്ച് മണ്ണെടുക്കൽ, കുത്തനെ ചരിവുള്ള ഇടങ്ങളിൽ മണ്ണിന് ഇളക്കം തട്ടുന്ന വിളകൾ കൃഷി ചെയ്യുക, ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ വീടുകളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കുക. ഇതെല്ലാം അശാസ്ത്രീയമാണ്. ഇത് കാരണം കൂടുതൽ അപകട സാധ്യത ഉണ്ടാകുന്നു. മനുഷ്യന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു.
സ്ഥലപരിമിതി എന്നത് കേരളം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 30%-ലധികവും ചരിവ് കൂടിയ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭൂവിനിയോഗം ശാസ്ത്രീയമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അപകടങ്ങളും അതുണ്ടാക്കുന്ന ആഘാതങ്ങളും വളരെ വലുതായിരിക്കും. ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികൾ. കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി ചെരുവിന്റെ അളവ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കണം, ചെറിയ തട്ടുകളാക്കുക. അപ്പോൾ ചെരുവിന്റെ അളവ് കുറയല്ലേ. ഓരോ തട്ടാകുന്ന സമയത്ത് ഇങ്ങനെ സ്ലോപ്പ് ആകുമ്പോൾ ചരിവ് കൂടുതലായിരിക്കും. ഇതിന് നമ്മൾ തട്ടുകളാക്കുന്ന സമയത്ത് ഇങ്ങനെ വരും അല്ലേ. തട്ടുകളാകുമ്പോൾ ആ ചരിവ് കുറയുന്നു. അപ്പോൾ തട്ടുകളാക്കി ആ ഒരു ചരിവ് കുറയ്ക്കുക. ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ചരിവ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യരുത്? നിർമ്മാണം നടത്തരുത്. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും. 2015 ഏപ്രിൽ 25 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 11:41. മാസങ്ങളോളം നീണ്ട തണുപ്പിന് ശേഷം എത്തിയ വേനലിന്റെ ഇളം ചൂടിൽ ആലസ്യം വിട്ട് ബസ്മതി പാടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും തെരുവുകളിലെ പണിശാലകളിലും ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ബാർപാക് ഗ്രാമവാസികളിൽ മിക്കവരും. പെട്ടെന്നാണ് സംഭവിച്ചത്. ഭൂതലം ഒന്നാകെ വിറച്ചു. കൊടുങ്കാറ്റുകളിൽ അകപ്പെട്ട വഞ്ചികൾ പോലെ കെട്ടിടങ്ങൾ ആടിയുലഞ്ഞു. പിന്നെ ചീട്ടുകൊട്ടാരം പോലെ നിലംപൊത്തി. പാലങ്ങൾ, വൈദ്യുതി തൂണുകളൊക്കെ ഒടിഞ്ഞു മടങ്ങി. നിലത്ത് തലയും കുത്തി വീണു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടുതുയർത്തിയ മന്ദിരങ്ങൾക്കും രക്ഷയുണ്ടായില്ല. അപ്പോൾ ഭൂകമ്പത്തെക്കുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ള സംഭവം. സോ നമ്മൾ ഇനി ഭൂകമ്പത്തിലേക്ക് വരികയാണ്. ഭൂകമ്പം, ഒരു ഭൂകമ്പവും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളുമാണ് നിങ്ങൾ വായിച്ചത്. ഈ സംഭവം നടന്നത് 24 മണിക്കൂറിനുള്ളിൽ. ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിച്ചു? 40 തവണയാണ് തുടർച്ചയായിട്ട് ചലനങ്ങൾ ഉണ്ടായത്. അപ്പോഴേക്കും കാഠ്മണ്ഡു പട്ടണത്തിന് 200 കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. 10,000-ത്തിലധികം മനുഷ്യർ മരണമടഞ്ഞു. ഈ ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം 28°15 വടക്കും 84°7 കിഴക്ക് എന്നീ അക്ഷാംശ രേഖാംശ രേഖകൾ കൂടിച്ചേരുന്നിടത്തു നിന്നും 30 കിലോമീറ്റർ താഴെയാണെന്നാണ് ഭൗമശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങൾ അളവൊന്നും പഠിക്കേണ്ട, അതവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥലം ഏതൊക്കെ കണ്ടെത്താനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭൂകമ്പം ഏറെ നാശനഷ്ടങ്ങൾ വിതച്ച നേപ്പാളിന്റെ ദൃശ്യമാണ് ഇനി താഴെ കൊടുത്തിട്ടുള്ളത്. നേപ്പാളിലെ ഭൂകമ്പത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള ലഘു വിവരണം വായിച്ച് അനേകം മനുഷ്യരുടെ ദുരിത കഥയാണ് ഓരോ ഭൂകമ്പത്തിനും പറയാനുള്ളത്. കണ്ടില്ലേ, ഉള്ള നാശനഷ്ടങ്ങളാണ് അല്ലെ, എല്ലാം നശിച്ചു. എന്താണ് ഭൂകമ്പം? സ്ഥിരമായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന മേഖലകളുണ്ടോ? ഉണ്ട് അല്ലെ. എന്താണ് അതിനുള്ള കാരണം? നമുക്ക് നോക്കാം. അതൊക്കെ നമുക്ക് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളതാണ്. മുൻ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. ജോഗ്രഫി നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലെ. നമ്മൾ ഉടനെ അതിലേക്ക് എത്തും. ഇന്ത്യയിലെ ഭൂകമ്പ ദുരന്ത തീവ്രത. ഇന്ത്യയിലെ ഭൂകമ്പ ദുരന്ത തീവ്രതയുടെ തോത് സൂചിപ്പിക്കുന്ന ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത്. ഭൂകമ്പ ദുരന്ത തീവ്രതാ ഭൂപടം കണ്ടോ. അപ്പോൾ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതലുള്ളതാണ് ഈ പറയപ്പെട്ട പ്രദേശങ്ങൾ. കണ്ടില്ലേ. ദെൻ പിന്നീട് വരുന്നത് ഇതാ. ഇനി സാമാന്യം ദുരന്ത തീവ്രതയുള്ള സ്ഥലങ്ങളിൽ ഇത്. ദുരന്ത തീവ്രത കുറഞ്ഞ മേഖലകൾ ഇവയൊക്കെയാണ്. കണ്ടോ, ഏറ്റവും കുറവ് ഇതാണ്. ഇപ്പോൾ സാമാന്യം ദുരന്ത തീവ്രതയുള്ളതാണ് നമ്മുടെ കൊച്ചു കേരളമൊക്കെ അല്ലേ. ഇപ്പോൾ ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതലുള്ള മേഖലയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയെന്നൊക്കെ തരംതിരിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലായിട്ടുണ്ട് സംഗതി. അപ്പോൾ അടി തെറ്റാതിരിക്കാൻ, ലത്തൂർ ഭൂകമ്പത്തിൽ അനേകം പേർ മരിച്ചു. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. തകർന്നടങ്ങിയ കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട് ഇതിലേറെയും പേരുണ്ട്. എന്നാൽ നിരന്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ജപ്പാനിൽ കെട്ടിടങ്ങൾ തകർന്നുണ്ടാകുന്ന അപകടങ്ങൾ താരതമ്യേന കുറവാണ്. ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിട നിർമ്മാണ രീതിയാണ് അവർ പിന്തുടരുന്നത്. സോ നമ്മൾ വീടിന് മോടി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ നമ്മൾ മോടിയല്ല, ഉറപ്പ് വരുത്തേണ്ടത് അല്ലേ. അപ്പോൾ ജപ്പാനിലൊക്കെ ഈ ഒരു ഭൂകമ്പം നിരന്തര കാഴ്ചയായതുകൊണ്ട് തന്നെ അവർ വീട് വെക്കുന്ന സമയത്ത് ഈ ദുരന്തത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലാണ് വീട് വെക്കാറ്. ഭൂകമ്പ ദുരന്ത തീവ്രത കേരളത്തിൽ. കേരളവും ഭൂകമ്പ ദുരന്ത സാധ്യതയിൽ നിന്നും മുക്തമല്ല എന്നത് ഭൂപടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഒരു സാമാന്യം ദുരന്ത ഭൂകമ്പം നേരിടാൻ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ് കേരളം. സമീപകാലത്തായി കേരളത്തിൽ ഭൂകമ്പങ്ങൾ മൂലമുള്ള അപകട സാധ്യത വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ സാമാന്യം
ദുരന്ത തീവ്രതയുള്ള മേഖലയായിട്ടാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കരുതലോടെ ഇരിക്കണം എന്നാണ്. ദെൻ വെള്ളപ്പൊക്കം. കേരളത്തിലുണ്ടായ കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയത് CE 371 CE 1341 കേരള തീരത്തുണ്ടായ ഭൂകമ്പത്തോടനുബന്ധിച്ചും വെള്ളപ്പൊക്കം ഉണ്ടാവുകയുണ്ടായി. ഇതേ തുടർന്ന് ഗ്രീക്ക് പണ്ഡിതനായ പ്ലേനി സീനിയർ നാച്ചുറൽ ഹിസ്റ്ററി എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന തലമുറക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് 99 വെള്ളപ്പൊക്കം. 99 എന്നാൽ കൊല്ലവർഷം 1099 അത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 1924 വെള്ളപ്പൊക്കമാണ്. ഇപ്പൊ നമുക്ക് 2018 വെള്ളപ്പൊക്കം നമ്മുടെ മനസ്സിലുണ്ട് അല്ലെ, 2018. സോ മുൻകരുതലുകൾ. ഭൂകമ്പം തടയുക സാധ്യമല്ല, പക്ഷേ ശാസ്ത്രീയമായ നടപടികളിലൂടെ നാശനഷ്ടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കഴിയും. നാശനഷ്ടങ്ങൾ ഇത്രയധികമാകാൻ കാരണം കെട്ടിടങ്ങൾക്ക് ഭൂകമ്പ ആഘാതം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതലായി ആളുകൾ മരിക്കുന്നതും പരിക്കേൽക്കുന്നതും തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കിടയിൽ പെട്ടതാണ്. ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന കെട്ടിട നിർമ്മാണ രീതികൾ നമ്മൾ അവലംബിക്കണം. താരതമ്യേന ഭാരം കുറഞ്ഞ മേൽക്കൂരകളാണ് കൂടുതൽ സുരക്ഷിതം. പിന്നെ ഭൂകമ്പ മേഖലകളിൽ ജനവാസം കുറയ്ക്കുന്നതും നല്ലതാണ് അല്ലെ. ഇനി വെള്ളപ്പൊക്ക ഭീഷണി. സഹ്യപർവ്വതത്തിന്റെ ചെരുവുകളിൽ നിന്ന് ഉത്ഭവിച്ചത് ഒഴുകുന്ന 44 നദികളുടെ നാടാണ് കേരളം. സോ ഇവയിലാകെ മഴക്കാലത്തെ ഏതാനും ദിവസം വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. മഴക്കാലത്ത് ധാരാളമായി വെള്ളമൊഴുകിയെത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അത്തരം അവസ്ഥയിൽ നദി കര കവിഞ്ഞൊഴുകും. ഇതാണ് വെള്ളപ്പൊക്കം. ഹിമാലയൻ നദികളിൽ വിശേഷിച്ചും ബ്രഹ്മപുത്ര നദിയുടെ താഴ്വാരങ്ങളിൽ നിരന്തരം വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. ഈ നദിയുടെ വൃഷ്ടി പ്രദേശങ്ങൾ പൊതുവെ കനത്ത മഴ ലഭിക്കുന്ന ഇടങ്ങളായതിനാലാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. താഴ്വാരങ്ങളിൽ മാത്രമല്ല മലമ്പ്രദേശങ്ങളിലും പെടുന്നനെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മഴവെള്ളപ്പാച്ചിൽ. അപ്പൊ പെട്ടെന്ന് നമ്മൾ നോക്കിയിരിക്കുന്ന ആ ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ തന്നെ വെള്ളം ഉയരുന്നതിനാണ് മഴവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത്. സമീപകാലത്ത് ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം ഇതിനുദാഹരണമാണ്. മരുഭൂമികളിലും അപൂർവമായ മഴയെ തുടർന്ന് ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ മരുഭൂമിയിലും മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ വെള്ളം കുതിച്ചു വരുന്ന ഒരു പ്രതിഭാസമാണ് മഴവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഇനി 2018 മഹാപ്രളയം. 2018 ആഗസ്റ്റിൽ കേരളത്തിലുണ്ടായ മഹാപ്രളയം ജീവഹാനിക്കും വ്യാപകമായ വസ്തുവകകളുടെ നാശനഷ്ടത്തിനും ഇടയാക്കി. അപ്രതീക്ഷിതമായി ലഭിച്ച ശക്തമായ മഴ പ്രളയത്തിന് കാരണമായി. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങിയ 10ഓളം ജില്ലകളെ പ്രളയം അതിശക്തമായി ബാധിച്ചു. കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരുടെ സഹായത്തോടെ സമയബന്ധിതമായി നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ പ്രളയക്കെടുതിയുടെ വ്യാപ്തി കുറച്ചു. മലയാളിയുടെ ഒത്തൊരുമയുടെ വിജയമായിരുന്നു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ദൃശ്യമായത്. സോ ഇത് നമ്മളെല്ലാം സാക്ഷിയായൊരു സംഗതിയാണ്. ഇനി വെള്ളപ്പൊക്കം ഭീഷണിയാകാതിരിക്കാൻ എന്ത് ചെയ്യാം? വെള്ളപ്പൊക്കം അപകടമാകാതിരിക്കാൻ പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വെക്കാതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക. അവ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള സ്ഥലമാണ് വയൽ. സോ അത് മണ്ണിട്ട് നികത്താതിരിക്കുക. നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക. ഇനി ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ദുരന്തം എന്തായാലും ഉണ്ടാകും. അപ്പൊ അതിനെ ലഘൂകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രകൃതി ദുരന്തങ്ങൾ തടയുക സാധ്യമല്ല, എന്നാൽ വിവേകപൂർവമായ ഇടപെടലിലൂടെയും കാലെ കൂട്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൂടെയും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആഘാത തീവ്രത കുറയ്ക്കാനും ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും ആകും. ഇത്തരം പ്രവർത്തനങ്ങളെ പൊതുവെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയും. അപ്പോൾ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ. സോ പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ നേരിടാം? വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അനുവർത്തിക്കേണ്ട നടപടികളാണ് താഴെ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്നത്, പൊതു നടപടികളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, പരിക്കേറ്റവർക്ക് എത്രയും വേഗം വൈദ്യസഹായം കൊടുക്കുക, ഊഹാപോഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക അല്ലെ. ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഉള്ളത് കൊണ്ട് ഫേക്ക് ന്യൂസുകളായിരിക്കും അധികവും ഈ ഒരു സമയത്ത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അതിനൊന്നും ഒരിക്കലും നമ്മൾ കാരണമാകാതിരിക്കുക. ദെൻ വിലപിടിപ്പുള്ള വസ്തുക്കൾ, രേഖകൾ എന്നിവ മാത്രം ഒപ്പം കരുതുക. എല്ലാം എടുത്തുകൊണ്ട് പോകരുത് അല്ലേ. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെന്റ്സ്, ഇനിയിപ്പോൾ
ഗോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിലപിടിപ്പുള്ളതും അതേപോലെ നമുക്ക് ആവശ്യമുള്ള രേഖകൾ മാത്രം കൂടെ കൊണ്ടുപോകുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അത്യാവശ്യ മരുന്നുകൾ കരുതുക. അപ്പൊ നമ്മൾ എന്തൊക്കെ മരുന്ന് കഴിക്കുന്നു എന്നുള്ളത് നമുക്കേ അറിയാവൂ അല്ലെ, നമുക്ക് നമ്മുടെ ഡോക്ടറിനെ അറിയാം. അപ്പൊ ഡോക്ടറിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണമെന്നില്ല, കൊണ്ട് കാണിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ മരുന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മരുന്ന് എടുക്കുക, ഇല്ലെങ്കിൽ മരുന്നിന്റെ കുറിപ്പെങ്കിലും കയ്യിൽ കരുതുക. ദെൻ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയം. അപ്പൊ ഇത് ജനറൽ ആയിട്ട് എല്ലാ ദുരന്തങ്ങൾക്കും നമ്മൾ ദുരന്തം നേരിടേണ്ട സമയത്ത് നമ്മൾ എടുക്കേണ്ട പൊതു നടപടികളാണ്. ഇനി ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ദുരന്തം അനുസരിച്ച് പ്രത്യേകം നടപടികളുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് പുഴയോരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം ഉയർന്ന പ്രദേശത്തേക്ക് മാറുക. ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത്. വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, അല്ലെങ്കിൽ ഷോക്ക് അടിക്കുക അല്ലെ. ഇനി ഉരുൾപൊട്ടലാണെങ്കിലോ കുത്തനെ ചരിവുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. ചരിഞ്ഞ പ്രദേശത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുക്കളാക്കുക. ഇനി ഇടിമിന്നലാകുന്ന സമയത്ത്, ഇതൊക്കെ സിമ്പിൾ അല്ലേ, അതാണ് ഞാൻ വായിച്ചു പോകുന്നത് കേട്ടോ. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. കാൽ നിലത്ത് തൊടാതെ തടിക്കട്ടിലോ പലകയുടെ മേലോ ഇരിക്കുക. തുറസായ സ്ഥലത്തിലാണെങ്കിൽ താടി കാൽമുട്ടുകളിലേക്കുമേൽ എന്ന തരത്തിൽ ഇരിക്കുക. ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. ദെൻ സുനാമി പോലുള്ള ദുരന്തങ്ങളാണ് എങ്കിൽ കടലിൽ അസാധാരണമായി എന്തെങ്കിലും മാറ്റങ്ങളോ അത് സംബന്ധമായ മുന്നറിയിപ്പോ ലഭിച്ചാൽ എത്രയും വേഗം തീരത്ത് നിന്ന് മാറുക. ലൈഫ് ജാക്കറ്റ്, വയറ് നിറച്ച ട്യൂബ് എന്നിവ ഏതെങ്കിലും ഒപ്പം കരുതുക. ഇനി ഭൂകമ്പം വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ, പരസ്യ പലകകൾ എന്നിവയുടെ സമീപത്ത് നിന്ന് മാറി നിൽക്കുക. ഫ്ലെക്സ് ബോർഡൊക്കെ ഇപ്പോൾ കൂറ്റൻ ഫ്ലെക്സ് ബോർഡൊക്കെ ഒരുപാടുള്ള സമയമാണ്, അപ്പോൾ അതിൻ്റെ കീഴിലൊന്നും നിൽക്കാതിരിക്കുക. തുടർചലന സാധ്യത ഉള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുന്നത് വരെ വീടുകളിലേക്ക് മടങ്ങരുത്. തുറസായ പ്രദേശങ്ങളാണ് സുരക്ഷിതത്വം. ലിഫ്റ്റ് ഉപയോഗിക്കരുത്. മൂലകളാണ് വീടിനുള്ളിലെ സുരക്ഷിതമായിട്ടുള്ള ഭാഗം. ജനലരികിൽ നിന്നും മാറി നിൽക്കുക. സോ ഇതൊക്കെയാണ് ദുരന്തം ഉണ്ടായാൽ ചെയ്യേണ്ടത്. അപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. അത് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നമുക്ക് കാണാം. ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് രക്ഷാപ്രവർത്തനമാണ്. ആളുകളെ രക്ഷിക്കുക, അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. 2, രക്ഷിച്ച ആളുകളെ മാറ്റി താമസിപ്പിക്കുക, അതാണ് പുനരധിവാസം. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ക്യാമ്പിലൊക്കെ കൊണ്ട് ചെന്നാക്കുന്നത് അല്ലേ. ദെൻ തയ്യാറെടുപ്പ്, പിന്നീട് അവരെ നന്നായിട്ട് തയ്യാറെടുപ്പ് നടത്തി തിരിച്ച് എന്ത് ചെയ്യുക, പുനരധിവാസത്തിനുള്ള അല്ലെങ്കിൽ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ആദ്യം രക്ഷാപ്രവർത്തനം, പിന്നെ അവരെ മാറ്റി താമസിക്കുക, പിന്നെ മറ്റ് തയ്യാറെടുപ്പുകൾ. ഇതാണ് ദുരന്ത നിവാരണത്തിൽ 3 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഇനി ഇവിടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അറിയേണ്ട ആവശ്യമില്ല. സുരക്ഷിതമായ ഇടങ്ങൾ അതൊന്നും നമുക്ക് തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് നമ്മുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പോയിന്റിലേക്ക് വരുന്നത്, ദുരന്ത നിവാരണത്തിനുള്ള സർക്കാർ സംവിധാനങ്ങൾ. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, KSDMA. അതോറിറ്റിയുടെ കീഴിൽ സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം അഥവാ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എല്ലാ ജില്ലകളുടെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. അപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ, ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലകൾക്ക് നൽകുന്നു. ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ് അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല. അപ്പോൾ അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല ഉള്ളത് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ്. ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ്. ഓക്കെ അല്ലേ? ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ കേന്ദ്രങ്ങൾ വഴിയാണ്. അപ്പൊ DEOC വഴിയാണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അറിയിപ്പുകൾ മറ്റും നൽകുന്നത്. ദുരന്തമുണ്ടാകാൻ
ഉള്ളതിനാൽ ആരോഗ്യം, ക്രമസമാധാനം, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം. ഇവയ്ക്കുള്ള വെബ്സൈറ്റാണ് www.sdma.kerala.gov.in എന്ന വെബ്സൈറ്റ്. അതിൽ നോക്കിയാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കാണാൻ കഴിയും. സോ ആ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫാണ്, അത് നോട്ട് ചെയ്യുക. കേരള ഗവൺമെൻറ്സുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള ഒരു സെൻറ്റൻസ് ആണ്. ബാക്കി നമ്മുടെ ഈ പാഠഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ജോഗ്രഫിയും അതേപോലെ ഗവർണൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി സുരക്ഷിതമായ നാളേക്കായി 4.5 കോടി വർഷമെന്ന ഭൂമിയുടെ സുദീർഘമായ ചരിത്രത്തിലെ സംഭവ പരമ്പരകളിൽ ഒടുവിലത്തെ കണ്ണിയാണ് മനുഷ്യൻ. പ്രകൃതിയിലെ ശുദ്ധവായുവും തെളിനീരും മണ്ണിൻ്റെ സമൃദ്ധിയും ഹരിതാഭയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് നമുക്ക് മുമ്പേ ഇവിടെ ജീവിച്ചു കടന്നുപോയ ജീവജാലങ്ങളൊക്കെയും അവ നമുക്കായി ബാക്കി വെച്ചതുകൊണ്ടാണ്. ആർത്തി പൂണ്ട് അവ മുഴുവൻ ഒന്നിച്ച് കൈയടയ്ക്കാൻ ശ്രമിച്ചാൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കും. മാത്രമല്ല വരാനിരിക്കുന്ന എത്രയോ ജീവജാലങ്ങളുടെയും തലമുറകളുടെയും പ്രകൃതി വിഭവങ്ങൾ കരുതി വെക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളല്ല, നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കേണ്ടത്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഒരു പാഠഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ 2 ചെറിയ ക്ലാസ്സുകളായിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തത്. നന്നായിട്ട് പഠിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി.